ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ നമ്മളൊരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഞാൻ അത്യാവശ്യം ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടേക്കാണ് പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ലൊക്കേഷൻ വരുന്നത് തനിമ ഫാം ലൈഫാണ്, പാലക്കാടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു 8 മണിയോട് കൂടി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു 16 പേരോളം വന്നിട്ടുണ്ട്. അവരെല്ലാവരും കൂടിയിട്ട് ഒരു 8 മണിയോട് കൂടി നമ്മൾ ഇറങ്ങി ഒരു 10 മണി ആ ഒരു സമയമോട് കൂടി നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമുക്ക് വീക്കെൻഡ്സും ഹോളിഡേയ്സൊക്കെ ആകുമ്പോഴാണ് റേറ്റിൽ വ്യത്യാസം, അതുപോലെ തന്നെ റഷ് ഉണ്ടാവുക. ഒരു 120 ആൾക്കാരെയാണ് അവർ എൻട്രി കടത്തുന്നത്. അതിന് കൂടുതലാണെങ്കിൽ അവർ വേറെ ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യും. അങ്ങനെയാണ് അവരിത് വരുന്നത്. നമ്മളിപ്പോൾ ഒരു പെർ പേഴ്സൺ ഒരു 1300 റേഞ്ചിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ ബേസിക് പാക്കേജ് ഉണ്ട്, ഹൈ എൻഡ് പാക്കേജ് ഉണ്ട്. 3 പാക്കേജായിട്ടാണ് വരുന്നത്. നമ്മൾ ബേസിക് പാക്കേജാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓൺലൈൻ വഴി കോൺടാക്ട് ചെയ്ത ആ ഒരു വ്യക്തി തന്നെയാണ് നമുക്ക് ഫർദർ ഡീറ്റെയിൽസും അവിടെ നിന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്കൊരു ഗൈഡിനെ തരും. നമുക്ക് ഹരിപ്രിയ എന്നായിരുന്നു കുട്ടിയുടെ പേര്. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എന്താ പറയുക, നമ്മുടെ വീട്ടിലൊരു അംഗം എന്ന പോലെയായിരുന്നു ആ കുട്ടി. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നമുക്ക് എല്ലാവരും ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തോന്നി. ഫസ്റ്റ് ടൈം നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. നമുക്ക് അവിടെ തന്നെ ഫാം ഹൗസിലുണ്ടായിരുന്ന ഗുവ പേരക്ക വെച്ചിട്ടുള്ള ജ്യൂസും ബിസ്ക്കറ്റ്സും ആണ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അവിടെ തന്നെ ലോക്ക് റൂംസ് വരുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ നമുക്ക് നമ്മുടെ ഓരോ ലൊക്കേഷനിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ബഗ്ഗി സർവീസും കൂടി ഉണ്ട്. നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു സർവീസും കൂടി ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ഓരോ ലൊക്കേഷനിലോട്ട് പോണേക്കാൾ മുന്നേ ജസ്റ്റ് ഒരു അവയർനെസ്, തനിമേനെക്കുറിച്ച്, തനിമ ഫാം ലൈഫിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ തരും. നമുക്ക് അവിടെ നിന്ന് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. ഫുള്ളി നേച്ചർ ഫ്രണ്ട്ലി ആണ്. നമുക്കിപ്പോൾ ഇത്രയും ചൂടുള്ള സമയത്താണെങ്കിൽ കൂടി നമുക്ക് അത്രയും ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിള്ളേർക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമായി. അവർ വീട്ടിൽ വന്നിട്ട് വരെ ആ ഒരു എക്സ്പീരിയൻസ് അവർ മറന്നിട്ടില്ല. അത്രയും അടിപൊളി പ്ലേസാണ്. മസ്റ്റ് വാച്ചാണ്, മസ്റ്റ് വിസിറ്റാണ്. നല്ല രസമുണ്ട്. വേണ്ട, എനിക്ക് ഇട്ടിട്ട് എനിക്കത് മതി. അപ്പോൾ നേരത്തെ കണ്ട പാസേജിലൂടെ നമ്മൾ നടന്ന് പോകുമ്പോൾ 3 ടൈപ്സ് ഓഫ് സ്വിങ്സ് കാണാൻ പറ്റും. ഒരെണ്ണം നമ്മൾ സാധാരണ ആടുന്ന ഊഞ്ഞാൽ, പിന്നെ മറ്റേ ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു ഊഞ്ഞാൽ, അതുപോലെ ഈ റൗണ്ട് കാണുന്ന ഒരു ഊഞ്ഞാൽ. അവിടെ തന്നെ നമുക്ക് ഫിഷ് സ്പാ വരുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയൊരു ടീ കടായി പോലത്തെ ഒരു സ്ഥലം വരുന്നുണ്ട്. നമുക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് ഇത് വരുന്നുണ്ട്. അതുപോലെ മോര്, നമ്മൾ ഫ്രഷ് മോര് ഈ കൂജിയ പോലത്തെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റാട്ടോ മോരെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ചെറിയൊരു ഫാം വരുന്നുണ്ട്. ആടിനെയും അതുപോലെ പശുക്കളൊക്കെ വളർത്തിയിട്ട്, അതുപോലെ കുതിരകളും ഉണ്ട്. അതിൻ്റെ കൂടെ ഹോഴ്സ് കാർട്ട് റൈഡും കൂടി നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ സ്ഥലത്തിൻ്റെയോട് ചേർന്നിട്ടാണ് ടർഫ് വരുന്നത്. അതുപോലെ തന്നെ ഈ ചെളിവെള്ളത്തിലൊക്കെ കളിക്കുന്ന എന്തൊരു സംഭവം, എനിക്കറിയില്ല ആ ഒരു കളീന് എന്താ പറയാന്നുള്ളത്. അപ്പോൾ ഈ ടർഫിൽ നമുക്ക് ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ, അതുപോലെ തന്നെ ഈ അമ്പ് വെയ്ത്ത്, അങ്ങനത്തെ വക സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ പിള്ളേർ ഇതിൽ ജാതി കളയായിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ, ചുട്ട വെയിലായിരുന്നു അവിടെ. പക്ഷെ നല്ല എൻഗേജ്ഡ് ആയിരുന്നു. പിള്ളേർക്ക് ബോൾ തട്ടി കളിക്കാനാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ അമ്പെയ്ത്ത് പോലത്തെ സംഭവം, അതൊക്കെ അവർക്ക് പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെക്ഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇളനീരുണ്ട്. അവിടെ തന്നെ ഉണ്ടായിട്ട് ഇളനീര് നമുക്ക് കുടിക്കാനായിട്ട് പറ്റും. പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഫിഷ് ഫീഡിങ് ആണ്. തീറ്റ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് എടുത്തിട്ട് ഫീഡ് ചെയ്യുക. പിന്നെ കുറച്ചുകൊണ്ട് നീങ്ങിയിട്ട് തന്നെ ചിൽഡ്രൻസിൻ്റെ പാർക്ക് വരുന്നുണ്ട്. പിന്നെ മാങ്ങയ്ക്ക് ഉണ്ടായി നിൽക്കണ കാണാം കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ പല വെറൈറ്റീസിലുള്ള മരങ്ങൾ കാണാൻ പറ്റും. നമുക്കിങ്ങനെ ചൂട് ഇത്ര ഫീൽ ചെയ്യില്ല, ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആണ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നമ്മൾ പട്ടി, പൂച്ച, അതുപോലെ തന്നെ പാമ്പിനെയൊക്കെ തൊടാൻ വേണ്ടി പോവാണ്. ഞാൻ ആ കാറ്റഗറിയിലേക്ക് വല്ലാണ്ട് ഇറങ്ങിയിട്ടില്ല, കാരണം എനിക്ക് അതിനോട് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഗൈഡ് നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ വെറൈറ്റീസുള്ള ബ്രീഡ്സും ഇതിന് ഇത്ര മാസമായി എന്നുള്ള ഇവരെ ഇന്നതാണ് വിളിക്കണമെന്നൊക്കെ പറയുന്നത് നല്ല രസമാണ്. കാരണം അവരും ഭയങ്കര അറ്റാച്ച്ഡാണ് ഇവിടുത്തെ എല്ലാ പെറ്റ്സുമായിട്ട്.
ആൽവി ചേട്ടൻ ഹായ് പറഞ്ഞേ. പൂവുണ്ടെങ്കിൽ 2 പേരായിട്ട് പോണം കേട്ടാ. ചേട്ടൻ തല സ്ട്രൈറ്റ് പിടിക്കും. അവിടെ എത്തിയിട്ടില്ല, അവിടെ എത്തിയിട്ടില്ലേ. പിന്നെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. വെളിച്ചെണ്ണ, ശർക്കര, പനങ്കൽക്കണ്ടം, അങ്ങനെ എല്ലാവിധ ഐറ്റംസ് അവിടെ കിട്ടും, ബിസ്ക്കറ്റ്സൊക്കെ. പിന്നെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ നടന്നു. പക്ഷേ ഉച്ചയായതുകൊണ്ട് നല്ല വെയിലായിരുന്നു, കാലൊക്കെ പൊള്ളുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കൺസേൺ ആണ്, അവർക്ക് ഇഷ്ടപ്പെടുമോ എന്തോ അങ്ങനെയൊക്കെ ഒരു ചിന്താഗതികളുണ്ട്. പക്ഷേ ഇവിടുത്തെ ഫുഡ് ഒരു കോംപ്രമൈസ് ഇല്ല, അടിപൊളി ഫുഡാണ്. വെജുണ്ട്, നോൺ വെജുണ്ട്, അടിപൊളി ഫുഡാണ്. എന്താ പറയുക, നമ്മൾ വയറ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ചു. ഇനി പാർട്ട് 2 ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ ബൈ.